നമ്മൾ ഉത്തരേന്ത്യൻ മോഡലിൽ കണ്ടിട്ടുണ്ട് മസിൽ പവർ, മണി പവർ, മീഡിയ പവർ ഇത്രയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ വിലക്കെടുക്കുന്ന ഉത്തരേന്ത്യൻ ശൈലി തന്നെയാണ് പാലക്കാട്ടും പയറ്റാൻ ശ്രമിച്ചത്. എന്താ രാമേന്ദ്ര പ്രശ്നം? എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ലൈസ് ഡാം ലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പ്രയോഗമുണ്ട്. കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതൊന്നും മാറ്റിവെച്ചാൽ ലൈസ് ഡാം ലൈസ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതിനെ ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ നിഴലാണെന്നാണ് പറയുന്നത്. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത സാരിയും നല്ല വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലോ. ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരോട് ശോഭാ സുരേന്ദ്രൻ കയർത്ത് സംസാരിക്കുന്നതും കാണാം. ഇതൊക്കെ ഓരോ കീഴ്വഴക്കങ്ങളല്ലേ? ഒന്നുകിൽ അതൊരു മറ്റെന്തോ നിഴലാവാനാണ് സാധ്യത. എന്ത് നിഴലാണെന്നാണ് കേട്ടത്. അതെ, നിഴലാണ്, ആർത്ഥത്തിലൊരു നിഴലാണ്. പക്ഷെ നോക്കൂ, വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ യക്ഷി പ്രേത കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ചിരുന്ന രൂപങ്ങൾ, അല്ലേ? പക്ഷെ ഇതൊരു നിഴൽ, വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നിട്ട് ആ ദൃശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയിട്ട് വാർത്താ സമ്മേളനത്തിൽ പോയി പൂർണ്ണമായിട്ടും പൊളിഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെയല്ലേ നമ്മൾ കണ്ടത്. എന്നിട്ടും അവർ ആവർത്തിച്ച് ചോദിക്കുക, ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ. എന്തൊരു കോൺഫിഡൻസ് ആണ് മധു ഈ സ്ത്രീക്ക് എന്നുള്ളതാണ്. എന്താ ഉറക്കം വരുന്നു. രണ്ടാമത് പറയാണ്, ഇന്നത്തെ ദിവസം ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിന്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ചതിച്ചോ ദൈവമേ. എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന പാലക്കാട്ടെ വിവാദം BJPയെ പ്രതിരോധത്തിലാക്കി. തന്നെ വേട്ടയാടാനാണ് ശ്രമമെന്നും എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നും ശോഭാ സുരേന്ദ്രൻ. എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും കണ്ണാടിയിലെ ദേവു എന്ന് പറയുന്ന വല്യമ്മയ്ക്ക് ഒരു കൊച്ചുമോളെ കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു കൊച്ചുമോള്, സിമി സജീവ് എന്നാണ് പേര്. അങ്ങനെ സിമി സജീവിന്റെ വല്യമ്മയായിട്ട് ദേവു മാറിയ ദിവസം കൂടിയാണിന്ന്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചളിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.